എം ജി യൂണിവേഴ്സിറ്റിയുടെ അണ്ടറിലുള്ള BSc കെമിസ്ട്രി വരുന്ന കോളേജസ് ഏതൊക്കെയാണെന്നാണ് നമ്മളിന്ന് പറയുന്നത് കേട്ടോ. അതിൻ്റെ റിക്വസ്റ്റ് കണ്ടായിരുന്നു. അപ്പോൾ ഒരു കാര്യം മനസ്സിലാക്കണം, ഈ കോളേജുകളുടെ ലിസ്റ്റ് എന്ന് പറയുന്നത് MG യൂണിവേഴ്സിറ്റി ഏകജാലകത്തിൽ വരുന്ന BSc കെമിസ്ട്രി ഉള്ള കോളേജസുകളുടെ ലിസ്റ്റാണ്. ഇതിൽ ഗവൺമെൻറ് ഉണ്ട്, എയ്ഡഡ് ഉണ്ട്. എയ്ഡിൽ തന്നെ ബാക്ക്വേർഡ് കമ്മ്യൂണിറ്റി, ഫോർവേഡ് കമ്മ്യൂണിറ്റി ട്രസ്റ്റുകളൊക്കെ നടത്തുന്ന എയ്ഡഡ് കോളേജസ് ഉണ്ട്. അതുകൂടാതെ പ്രൈവറ്റ് ഇൻസ്റ്റിറ്റ്യൂട്ടുകളുണ്ട്. അപ്പോൾ ഈ ലിസ്റ്റ് കിടക്കുന്നത് ബെസ്റ്റ് ഫസ്റ്റ് എന്നുള്ള നിലയിലല്ല, ആൽഫബറ്റിക് ഓർഡറിലാണ് ഇത് കിടക്കുന്നത്. അപ്പോൾ ചിലപ്പോൾ ആദ്യം തന്നെ കിടക്കുന്നത് ഒരു പ്രൈവറ്റ് ഇൻസ്റ്റിറ്റ്യൂട്ട് ആവാം. അപ്പോൾ നിങ്ങൾ ഓപ്ഷൻസ് കൊടുക്കുന്ന സമയത്ത്, ഇപ്പോഴൊന്നുമല്ല, ഇത് സ്റ്റാർട്ട് ചെയ്തിട്ട് ഓപ്ഷൻസ് കൊടുക്കുന്ന സമയത്ത് നിങ്ങൾ ആദ്യം കാണുന്ന കോളേജ് എടുത്ത് ആദ്യം വെക്കരുത്. അതൊരു പ്രൈവറ്റ് ചിലപ്പോൾ ഇൻസ്റ്റിറ്റ്യൂട്ടുകളായേക്കാം. അപ്പോൾ അവിടെ നിങ്ങൾക്ക് ആദ്യം തന്നെ അലോട്ട്മെൻറ്റ് വന്നിട്ടുണ്ടെങ്കിൽ പിന്നെ ഗവൺമെൻറ്റിലേക്കും എയ്ഡഡിലേക്കൊക്കെ കിട്ടാൻ കുറച്ച് പാടായിരിക്കും. കാരണം ആദ്യത്തെ നമ്മൾ കൊടുക്കുന്ന ആ ചോയ്സിൻ്റെ അടിസ്ഥാനത്തിലാണ് ഫസ്റ്റ്, സെക്കൻഡ്, തേർഡ് അലോട്ട്മെൻറ്റും ഉണ്ടെങ്കിൽ ആ തേർഡ് അലോട്ട്മെൻറ്റിൻ്റെയും ആ ഒരു അലോട്ട് ചെയ്ത് വരുന്നത്. അപ്പോൾ നമ്മൾ ആദ്യം തന്നെ ഒരു പ്രൈവറ്റ് കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ ഗവൺമെൻറ്റിലേക്ക് വരാനുള്ള ചാൻസ് വളരെ കുറവാണ്. കാരണം നമ്മൾ ഒരു അലോട്ട്മെൻറ്റ്, ഇപ്പോൾ നമ്മൾ മൂന്നാമത് വെച്ച ആ ഒരു പ്ലേസിലുള്ള കോളേജോ കോഴ്സോ നമുക്ക് കിട്ടിക്കഴിഞ്ഞാൽ അതിൻ്റെ താഴെയുള്ളത് എല്ലാം ഡിലീറ്റ് ആയിട്ട് പോകും. പിന്നെ മുകളിലേക്ക് മാത്രമാണ് അടുത്ത അലോട്ട്മെൻറ്റുകളിൽ പരിഗണിക്കുകയുള്ളൂ. അപ്പോൾ അതുകൊണ്ട് അത് ഓർത്ത് ശ്രദ്ധിച്ച് വെക്കുക കേട്ടോ. പിന്നെ ഞാൻ പറഞ്ഞല്ലോ, ഓട്ടോണിമസ് ഇൻസ്റ്റിറ്റ്യൂട്ടുകൾക്ക് സെപ്പറേറ്റ് നിങ്ങൾ അഡ്മിഷന് വേണ്ടി ആപ്ലിക്കേഷൻ കൊടുക്കണം. അത് സ്റ്റാർട്ട് ചെയ്യുമ്പോൾ ലൈക്ക് ഇപ്പോൾ മഹാരാജാസ് ആണെങ്കിലും SH ആണെങ്കിലും ഭാരതമാത ആണെങ്കിലും അല്ലെങ്കിൽ മറ്റ് സെൻറ്റ് ആൽബർട്ട്സ് ഒക്കെ ആണെങ്കിലും അല്ലെങ്കിൽ സെൻറ്റ് തെരേസസ് ഒക്കെ ആണെങ്കിലും സെപ്പറേറ്റ് അഡ്മിഷൻ നിങ്ങൾ കൊടുക്കണം കേട്ടോ. ഇനി BSc കെമിസ്ട്രീനെ പറ്റി പറയുമ്പോൾ BSc കെമിസ്ട്രി മോഡൽ 1 ഉണ്ട്, ഇൻഡസ്ട്രിയൽ കെമിസ്ട്രി ഉണ്ട്, പെട്രോ കെമിക്കൽസ് ഉണ്ട്. അപ്പോൾ അത് നിങ്ങളുടെ ചോയ്സ് അനുസരിച്ചിട്ട് കൊടുക്കാം. അപ്പോൾ അങ്ങനെ ഒരു പ്രത്യേകിച്ച് അങ്ങനെയൊന്നുമില്ല, BSc കെമിസ്ട്രി ആയാൽ മതി എന്നുണ്ടെങ്കിൽ നിങ്ങളുടെ അത് ഇടകലർത്തി വേണമെങ്കിൽ കൊടുക്കാം. അതല്ല BSc കെമിസ്ട്രി പ്ലെയിൻ വേണം എന്നാണെങ്കിൽ അത് കൊടുക്കുക, ഇൻഡസ്ട്രിയൽ കെമിസ്ട്രി ആണെങ്കിൽ അത് കൊടുക്കുക. അപ്പോൾ ഓപ്ഷൻസ് ഏതാണോ നിങ്ങൾക്ക് ഏറ്റവും ഇഷ്ടമുള്ളത് അത് ആദ്യം വെച്ച് കൊടുക്കുക. ഇനി ഈ കോഴ്സുകൾ ഡീറ്റെയിൽസ് അറിയണമെങ്കിൽ, ഇത് തമ്മിലുള്ള വ്യത്യാസങ്ങൾ അറിയണമെങ്കിൽ MG യൂണിവേഴ്സിറ്റിയുടെ വെബ്സൈറ്റിൽ നിങ്ങൾക്ക് കോഴ്സിൻ്റെ ഡീറ്റെയിൽസ് ജസ്റ്റ് ഗൂഗിൾ ചെയ്ത് കൊടുത്താൽ മതി. അപ്പോൾ നിങ്ങൾക്ക് ആ ഒരു ഇത് കിട്ടും. അതിൻ്റെ ആ കാര്യങ്ങളും ഏതൊക്കെ സബ്ജക്റ്റുകളാണ്, ക്രെഡിറ്റ്സ് എത്രയാണ് വേണ്ടത് എന്നൊക്കെ ഉള്ള കാര്യങ്ങളൊക്കെ അതിൽ വരുന്നുണ്ട്. അപ്പോൾ അങ്ങനെ നോക്കാം. മറ്റേ ഓട്ടോണിമസ് ഇൻസ്റ്റിറ്റ്യൂട്ട് ആണെങ്കിൽ അവരുടെ വെബ്സൈറ്റിൽ അവരുടെ കോഴ്സ് ഡീറ്റെയിൽസ് ഉണ്ടാവും. അപ്പോൾ അവിടെ ഏത് കോഴ്സാണോ ഉള്ളതെന്നും അതിൻ്റെ ഏതൊക്കെയാണ് നിങ്ങൾ പഠിക്കേണ്ട വിഷയങ്ങളെന്നൊക്കെ ഉള്ളത് അതിലറിയാനായിട്ട് നിങ്ങൾക്ക് സാധിക്കും. അപ്പോൾ നമുക്കിപ്പോൾ നോക്കാം കേട്ടോ. BSc കെമിസ്ട്രി മോഡൽ 3 പെട്രോ കെമിക്കൽസ് ഉള്ള കോളേജസ് അല്ലമീൻ കോളേജ് എടത്തലയും അയ്യപ്പ ഇൻസ്റ്റിറ്റ്യൂട്ട് ഇടുക്കിയുമാണ്. BSc കെമിസ്ട്രി മോഡൽ 1 ഉള്ള കോളേജസ് അൽ-അസ്ഹർ തൊടുപുഴ. ഒന്നുകൂടി പറയുവാണ്, ഇത് കിടക്കുന്നത് ബെസ്റ്റ് ഫസ്റ്റ് എന്നുള്ള നിലയ്ക്കല്ല, ഈ ആൽഫബറ്റിക് ഓർഡറിലാണ്. അപ്പോൾ നിങ്ങൾക്ക് ചിലപ്പോൾ ആ കിടക്കുന്ന കോളേജ് നിങ്ങൾക്ക് ഇഷ്ടമുള്ള കോളേജ് ആയിരിക്കുമെങ്കിൽ നിങ്ങൾക്കത് എടുത്ത് വെക്കാം. അത് എടുത്ത് പറയുന്നത് ആദ്യം കിടക്കുന്ന കോളേജ് ആദ്യം തന്നെ എടുത്ത് വെക്കരുത്. അതിന് താഴേക്ക് നിങ്ങൾക്ക് നല്ല ചോയ്സ് ഉണ്ടെങ്കിൽ അതെടുത്ത് വെക്കാനായിട്ട് ശ്രദ്ധിക്കണം എന്നുള്ളതാണ് കേട്ടോ. ഇനി അൽഫോൺസ കോളേജ് പാല, BCM കോട്ടയം, ബസീലിയസ് കോട്ടയം, ബിഷപ്പ് എബ്രഹാം മെമ്മോറിയൽ കോളേജ് തുരുത്തിക്കാട്, ബിഷപ്പ് കുറിയിലാഞ്ചേരി കോളേജ് ഓഫ് വുമൺ അമലഗിരി, കാത്തലിക് കോളേജ് പത്തനംതിട്ട, DB പമ്പ പെരുമാല, ദേവമാതാ കോളേജ് കുറുവിലങ്ങാട്, ദേവസ്വം ബോർഡ് കോളേജ് തലയോലപ്പറമ്പ്, ഗവൺമെൻറ് കോളേജ് കട്ടപ്പന, ഇന്ദിരാഗാന്ധി കോളേജ് ഓഫ് ആർട്സ് ആൻഡ് സയൻസ് നെല്ലിക്കുഴി, കുര്യാക്കോസ് മന്നം, കുര്യാക്കോസ് പാമ്പാടി, മാർത്തോമ കോളേജ് പെരുമ്പാവൂർ, മാർത്തോമ കോളേജ് തിരുവല്ല, ന്യൂമാൻ കോളേജ് തൊടുപുഴ, NSS ഹിന്ദു കോളേജ് ചങ്ങനാശ്ശേരി, പവനാത്മ കോളേജ് മുരിക്കാശ്ശേരി, SNM കോളേജ് മാലിയങ്കര, ശ്രീ ശങ്കര കോളേജ് കാലടി, ശ്രീ വിദ്യാധിരാജ വാഴൂർ, SSV കോളേജ് പെരുമ്പാവൂർ, സെൻറ്റ് അലോഷ്യസ് കോളേജ് എടത്വ, സെയിൻറ്റ് ഡൊമിനിക് കോളേജ് കാഞ്ഞിരപ്പള്ളി, സെയിൻറ്റ് ജോർജ് കോളേജ് അരുവിത്തുറ, സെയിൻറ്റ് ജോസഫ് കോളേജ് മൂലമറ്റം, സെയിൻറ്റ് മേരീസ് കോളേജ് മണ്ണാർക്കാട്, സെയിൻറ്റ് പീറ്റർ കോളേജ് കോലഞ്ചേരി, സെയിൻറ്റ് സ്റ്റീഫൻ കോളേജ് ഉഴവൂർ, സെയിൻറ്റ് തോമസ് കോളേജ് കോലഞ്ചേരി, സെൻറ്റ് തോമസ് കോളേജ് റാന്നി, ദി കൊച്ചിൻ കോളേജ് കൊച്ചിൻ, UC കോളേജ് ആലുവ. അപ്പോൾ നിങ്ങൾക്ക് ഇത്രയും കോളേജ് കണ്ടല്ലോ. അപ്പോൾ നിങ്ങൾക്ക് തോന്നുവാണ് എനിക്ക് UC കോളേജാണ് ആദ്യം വേണ്ടത്, ഓപ്ഷനിൽ നിന്നാണെങ്കിൽ UC കോളേജ് ആദ്യം വെക്കുക കേട്ടോ. അങ്ങനെ ഇത് പറഞ്ഞെന്ന് മാത്രമേ ഉള്ളൂ. ഇനി BSc കെമിസ്ട്രി മോഡൽ 2 ഇൻഡസ്ട്രിയൽ കെമിസ്ട്രി ഉള്ളത് ഗവൺമെൻറ് കോളേജ് നാട്ടകം. അപ്പോൾ ചില കോളേജിൽ 2 കോഴ്സും ഉണ്ടാവും കേട്ടോ. അപ്പോൾ അത് നിങ്ങൾക്ക് ഏതാണ് ചോയ്സ് വേണ്ടതെന്ന് വെച്ചാൽ അത് ഓപ്ഷൻസ് വെക്കുക. അതുപോലെ തന്നെ വേറൊരു കാര്യം,
ഒരു പേര് ഇപ്പം നിങ്ങൾ വായിച്ചപ്പോൾ കണ്ടില്ല, ഒരു പേരിൽ തന്നെ പല കോളേജസ് ഉണ്ടാവും, പല സ്ഥലത്തായിരിക്കും. അപ്പോൾ അത് കറക്റ്റ് എവിടെയാണെന്നുള്ളത് നോക്കിയിട്ടും ഓപ്ഷൻ വെക്കണം. MES കോളേജ് ചെമ്പകം, മോർണിംഗ് സ്റ്റാർ കോളേജ് അങ്കമാലി, സെയിൻറ്റ് പോൾസ് കോളേജ് കളമശ്ശേരി, സെയിൻറ്റ് സേവിയേഴ്സ് കോളേജ് വൈക്കം, TM ജേക്കബ് മെമ്മോറിയൽ ഗവൺമെൻറ് കോളേജ് മണിമലംകുന്ന്. അപ്പോൾ ഇത്രയാണ് അതായത് ഇതിലെല്ലാം ഉണ്ട് കേട്ടോ, പ്രൈവറ്റ് ഉണ്ട്, എയ്ഡഡ് ഉണ്ട്, ഗവൺമെൻറ് കോളേജുകളെല്ലാം ഉണ്ട്. അപ്പോൾ ഇത്രയാണ് BSc കെമിസ്ട്രിയുടെ കോളേജസ് വരുന്നത്. ഓക്കെ, വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യണേ. ടേക്ക് കെയർ. താങ്ക് യു.